നമ്മുടെ പച്ചക്കറിത്തോട്ടത്തിലും പൂച്ചെടികളിലും ഒക്കെ നമ്മൾ കാണാറുള്ള ചെറിയൊരു പ്രാണിയാണ്, അല്ലെങ്കിൽ ചെറിയൊരു ജീവിയാണ് എന്ത്, പുഴുക്കള്. എന്നാൽ ഈ ചെറിയ പുഴുവിന് നമ്മുടെ പ്രകൃതിയിൽ വലിയൊരു സ്ഥാനമാണുള്ളതെന്ന് നിങ്ങൾക്കറിയാമോ? വാ നമുക്ക് നോക്കാം. നമുക്കറിയാം, ഇത്തരത്തിലുള്ള ചെറിയ പുഴുക്കൾ മിക്കതും മറ്റ് ചില പ്രാണികളുടെ ലാർവകളാണ്. അതായത് അവയുടെ മുട്ട വിരിഞ്ഞുണ്ടായ ലാർവകളാണ്. പിന്നീട് ഈ പുഴുവിന് രൂപാന്തരണം അഥവാ മെറ്റമോർഫോസിസ് സംഭവിച്ചാണ് ഇവർ അഡൽട്ട് ആയിട്ടുള്ള ആ പ്രാണിയായിട്ട് മാറുന്നത്. ഇത്തരത്തിലുള്ള ഈ ചെറിയ പുഴുക്കള് നമുക്കറിയാം, നമ്മുടെ പ്രകൃതി കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും കാണുന്ന ഇലകളും പച്ചക്കറികളും ഒക്കെ നശിച്ചാണ് അല്ലെങ്കിൽ അവ ഭക്ഷിച്ചാണ് ജീവിക്കുന്നത്. ഇത്തരത്തിൽ ഈ ഇലകളെയും പച്ചക്കറികളെയും ഒക്കെ ആക്രമിക്കുമ്പോൾ നമ്മൾ അവർക്കെതിരെ കീടനാശിനികൾ ഉപയോഗിക്കുന്നു. ഇത്തരത്തിൽ കീടനാശിനി ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ പ്രകൃതിയുടെ സന്തുലന അവസ്ഥയെ തന്നെയാണ് അത് ബാധിക്കുന്നത്. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാവോ? നമുക്കറിയാം, ഇത്തരത്തിലുള്ള ഈ ലാർവകള് ഇവർക്ക് മെറ്റമോർഫോസിസ് സംഭവിച്ചാൽ മാത്രമേ ഇവർ അഡൽട്ട് ആയിട്ടുള്ള ഒരു പ്രാണിയായിട്ട് മാറുകയുള്ളൂ എന്ന് പറഞ്ഞു. ഇങ്ങനെ അഡൽട്ട് ആയിട്ടുള്ള പ്രാണിയായിട്ട് മാറാനുള്ള സാവകാശം നമ്മൾ കൊടുക്കാതെ ഇവരെ ഒരു പുഴുവായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ നമ്മൾ കൊന്നു കളയുമ്പോഴത്തേനും ആ ഒരു ജീവിക്ക് തന്നെ വംശനാശത്തിന് ഇടവരുത്തുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ചെറിയ പുഴുക്കള് മറ്റു പല പ്രാണികളുടെയും കിളികളുടെയും ഒക്കെ എന്താണ്, ഭക്ഷണമാണ്. അപ്പോൾ ഇത് അവയുടെ ആഹാര ശൃംഖലയും ബാധിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമാണ്, ഇത്തരത്തിലുള്ള ചെറിയ പുഴുക്കളാണ് നമ്മുടെ ചുറ്റുമുള്ള ജൈവ മാലിന്യങ്ങളെ ഡീകമ്പോസ് ചെയ്ത് മാറ്റുന്നത്.